പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ അടുത്തു തന്നെയുള്ള ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ആഴ്ചച്ചന്തകൾ പോലെ എല്ലാ ഞായറാഴ്ചയും അരങ്ങേറുന്ന ഒരു മാർക്കറ്റാണിത്. നോക്കുക, നമ്മൾ താമസിക്കുന്ന ക്യാമ്പിൻ റോഡിൽ നിന്ന് അവൻഡേൽ സൺഡേ മാർക്കറ്റിലേക്കുള്ള ദൂരം ഏകദേശം 4.5 കിലോമീറ്ററാണ്. 10 മിനിറ്റ് യാത്ര. ഇതാ നമ്മൾ അവൻഡേൽ സൺഡേ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ ആഴ്ചച്ചന്തകൾ പോലെ ഞായറാഴ്ച തോറും മാത്രമുണ്ടാകുന്ന ഒരു മാർക്കറ്റാണിത്. ചൈനീസ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. രാവിലെ ആരംഭിക്കുന്ന ചന്ത ഉച്ചയ്ക്ക് 12 മണിയോടെ അവസാനിക്കുന്നു. മിക്കവാറും ഉൽപ്പന്നങ്ങളും കച്ചവടക്കാരും ചൈനീസ് ആയതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെയുള്ള സാധന സാമഗ്രികളും വിൽപ്പന ചരക്കുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കുറേ ഉടയാടകളും ബാഗുകൾ അതുപോലുള്ള കോസ്മെറ്റിക്സ് സാധനങ്ങളാണ്. കുറേയധികം ഷോപ്പുകൾ കുറേ ദൂരത്തേക്കായി നിരനിരയായി അവരുടെ കച്ചവട വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടെ. നമുക്കിവ കണ്ടുകൊണ്ടങ്ങനെ നടക്കാം. ഓക്ലാൻഡിലെ ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ മാർക്കറ്റാണ് അവൻഡേൽ സൺഡേ മാർക്കറ്റ്. 1970-കളിൽ ലേബർ പാർട്ടിയുടെ പ്രാദേശിക ശാഖ ആരംഭിച്ച ഇത് അവൻഡേൽ റേസ് കോഴ്സിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നടക്കുന്നത്. പുതിയ ഉൽപ്പന്നങ്ങൾ, സീ ഫുഡ്, പാചക ചേരുവകൾ, കരകൗശല വസ്തുക്കൾ, പുതിയ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഉപകരണങ്ങൾ, സസ്യങ്ങൾ, ബ്രിക്ക്-എ-ബ്രാക്കിൻ്റെ വിശാലമായ ശ്രേണി എന്നിവയുൾപ്പെടെ നിരവധി സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റ് എല്ലാ ഞായറാഴ്ചയും 10,000-ലധികം ഷോപ്പർമാരെ ആകർഷിക്കുന്നു. അവൻഡേൽ സൺഡേ മാർക്കറ്റ് അറിയപ്പെടുന്നതും പിന്തുണക്കപ്പെടേണ്ടതുമാണെങ്കിലും അതിൻ്റെ ഭാവി ഒരു പരിധിവരെ അനിശ്ചിതത്വത്തിലാണ്. റേസിംഗ് വ്യവസായത്തിലെ മാറ്റങ്ങളെ പ്രതിഫലിക്കുന്ന അവൻഡേൽ റേസ് കോഴ്സിന് ഒരു കാലത്തുണ്ടായിരുന്ന അത്രയും റേസുകളോ നേരിട്ടുള്ള പ്രേക്ഷകരോ ഇന്നില്ല. നിലവിലെ ഭാവനാക്ഷാമവും പരിമിതമായ നഗരഭൂമിയുടെ മികച്ച ഉപയോഗത്തിനുള്ള ആവശ്യങ്ങളും മാറ്റത്തിനുള്ള പ്രധാന പ്രേരകങ്ങളാണ്. റേസ് കോഴ്സ് ഭൂമിയിൽ വികസന സമ്മർദ്ദം വരുന്നതിനാൽ അവൻഡേൽ സൺഡേ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു അപകടമുണ്ട്. വിപണിയുടെ വക്താക്കളായി പ്രവർത്തിക്കുന്ന ഹൂപ്ല ഈ സാമൂഹികവും സാമ്പത്തികവുമായ ഭൂപ്രകൃതിയുടെ കൂടുതൽ സമഗ്രമായ ചിത്രം നൽകുന്നതിനായി വിപണിയുടെ വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് ഗവേഷണം ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വിപണി അവസാനിച്ചാൽ ഉപജീവന മാർഗങ്ങൾ, തൊഴിൽ, ക്ഷേമം എന്നിവയിലെ പ്രത്യാഘാതങ്ങൾ വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, സൂപ്പർ മാർക്കറ്റുകളേക്കാൾ വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളും ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ സൽക്കാര വേളകളിലും മറ്റും ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണം സാംസ്കാരികമായ സ്വീകാര്യ രീതികൾ ആക്സസ് ചെയ്യാനും ഇതുമൂലം കഴിയുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മഴയോ വെയിലോ വകവയ്ക്കാതെ നടക്കുന്ന അവാൻഡോയിലെ ഒരു വലിയ ഔട്ട്ഡോർ സ്ട്രീറ്റ് മാർക്കറ്റാണ് അവൻഡേൽ സൺഡേ മാർക്കറ്റ്.
കൂടാതെ പകൽ സമയത്ത് 20,000 സന്ദർശകരെ ആകർഷിക്കാൻ ഇതിന് കഴിയുന്നു. മാർക്കറ്റ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഒപ്പം ലൈനപ്പിൽ ചേരുന്നതിന് എല്ലായ്പ്പോഴും പുതിയ വെണ്ടർമാരെ തിരയുകയാണ്. നമുക്ക് മറ്റെവിടെയും കണ്ടെത്താൻ കഴിയാത്ത യഥാർത്ഥ വിയറ്റ്നാമീസ്, തായ്, ഇന്ത്യൻ, ചൈനീസ്, പസഫിക് ദ്വീപ് വിഭവങ്ങൾ, അവയുടെ ചേരുവകൾ എന്നിവ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ആഭരണങ്ങൾ, ആക്സസറീസ്, ചെടികൾ, പൂക്കൾ, മിഠായി, സോസ്, ജാം, വസ്ത്രങ്ങൾ, ലിസ്റ്റ് അവസാനിക്കുന്നില്ല. സമീപത്ത് താമസിക്കുന്നതോ നഗരത്തിൽ നിന്ന് പുറത്തുനിന്ന് സന്ദർശിക്കുന്നതോ ആയ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സമയം ചെലവഴിക്കാനുള്ള മികച്ചൊരു സ്ഥലം കൂടിയാണ് അവാൻഡേൽ സൺഡേ മാർക്കറ്റ്. വിവിധയിനം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും മറ്റും തൈകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. വിവിധയിനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ, വേരുകൾ, കറിയിലകൾ എന്നിങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ അനേകം പച്ചക്കറികളാണ് ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. മികച്ച റെസ്റ്റോറൻറ്റ് പാചകക്കാരും മൊത്ത വ്യാപാരികളും ഞായറാഴ്ചയുടെ മാർക്കറ്റിലെ വിവിധ കടകളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ സെലക്ഷനുകളാണ് പല കച്ചവടക്കാരിൽ നിന്നായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് ഇവിടെ ഏറ്റവും മികച്ച ഇനം വാങ്ങുന്നതിൽ സംതൃപ്തനാണ്. ഇവിടെ കാണുന്ന ഈ പച്ചക്കറികളുടെ ഒരു ഫ്രഷ്നെസ് നോക്കുക. വളരെ പുതിയതും ഫ്രഷുമായിട്ടുള്ള പച്ചക്കറികളും പല വർഗ്ഗങ്ങളുമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കസ്റ്റമേഴ്സിനെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു മുഖ്യ ഘടകമാണ്. ഗുണമേന്മ കൊണ്ടും വില കൊണ്ടും ഇവിടെ എല്ലാവരെയും ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കസ്റ്റമേഴ്സ് മാത്രമല്ല, കടയുടമകളും റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരും വരെ ഇവിടെ എത്തുന്ന സാധനങ്ങൾ വാങ്ങാൻ. സാധാരണ വീട്ടമ്മമാർ മുതൽ വലിയ കച്ചവടക്കാർ വരെ ആശ്രയിക്കുന്ന ഒരു വിപണിയാണ് ഈ മാർക്കറ്റ്. ഇന്നത്തെ പർച്ചേസിംഗ് മതിയാക്കി നാം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇപ്പോൾ. അവാൻഡേൽ മാർക്കറ്റിലെ രാവിലത്തെ പർച്ചേസിങ്ങിന് ശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നാം എത്തിയിരിക്കുന്നത് ഓക്ലാൻഡിലെ മെയിൻ സിറ്റി സെൻറ്ററിലാണ്. ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം വെല്ലിംഗ്ടൺ ആണെങ്കിലും ഏറ്റവും വലിയ നഗരം ഓക്ലാൻഡാണ്. ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും ഇതുതന്നെ. ന്യൂസിലാൻഡിൻ്റെ ജനസംഖ്യയുടെ 1/3 ഭാഗം ഓക്ലാൻഡ് പ്രദേശത്താണ് താമസിക്കുന്നത്. ഓക്ലാൻഡിൻ്റെ വീഥികളിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. നമുക്ക് കാണാം. ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലാണ് ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ നഗരമായ ഓക്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 17,98,300 ഓക്ലാൻഡിലെ ജനസംഖ്യ.
ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ നഗരവും ഓസ്ട്രേലിയൻ വൻകരയിലെ ഏറ്റവും വലിയ 5ാമത്തെ നഗരവുമാണ് ഓക്ലാൻഡ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നഗരം ബഹുസ്വര സാംസ്കാരികവും കോസ്മോപൊളിറ്റനും ആയിത്തീർന്നു. രണ്ടായിരത്തി 2023 നഗരത്തിലെ ജനസംഖ്യയുടെ 35% ഏഷ്യക്കാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വിദേശ ജനസംഖ്യയുള്ള നഗരമാണ് ഓക്ലാൻഡ്. %39 നിവാസികളും വിദേശത്താണ് ജനിച്ചത്. പസഫിക് ന്യൂസിലൻഡുകാരുടെ ഗണ്യമായ ജനസംഖ്യയുള്ള ഈ നഗരം ലോകത്തിലെ ഏറ്റവും വലിയ പോളിനേഷ്യൻ വംശീയ ജനസംഖ്യയുടെ ആസ്ഥാനമാണ്. കിഴക്ക് ഹൗറാക്കി ഗൾഫ്, തെക്ക് കിഴക്ക് ഹനുവ പർവ്വതനിരകൾ, തെക്ക് പടിഞ്ഞാറ് മനുക്കാവു തുറമുഖം, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വൈത്തേക്കര പർവ്വതനിരകൾക്കും ചെറിയ റേഞ്ചുകൾക്കും ഇടയിലാണ് ഓക്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള കുന്നുകൾ മഴക്കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഭൂപ്രകൃതി 53 അഗ്നിപർവ്വത കേന്ദ്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നഗരപ്രദേശത്തിൻ്റെ മധ്യഭാഗം ടാസ്മാൻ കടലിലെ മനുക്കാവു തുറമുഖത്തിനും പസഫിക് സമുദ്രത്തിലെ വൈറ്റ്മാത തുറമുഖത്തിനും ഇടയിലുള്ള ഒരു ഇസ്മസ് അഥവാ കരയിടുക്ക് പ്രദേശമാണ്. രണ്ട് വ്യത്യസ്ത പ്രധാന ജലാശയങ്ങളിൽ ഓരോന്നിനും ഒരു തുറമുഖമുള്ള ലോകത്തിലെ ചുരുക്കം ചില നഗരങ്ങളിൽ ഒന്നാണ് ഓക്ലാൻഡ്. ഓക്ലാൻഡ് വാർ മെമ്മോറിയൽ മ്യൂസിയം, ഗതാഗത മ്യൂസിയം, കോൺവാൾ പാർക്ക്, മെറൈൻ അക്വേറിയം, സ്കൈ ടവർ എന്നിങ്ങനെ ധാരാളം വിനോദസഞ്ചാര സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓക്ലാൻഡ് സിറ്റി. ക്രിസ്മസ് നവവർഷ വേളകളിൽ സ്ഥാപിച്ച ഒരു സ്തൂപത്തിനടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്കൈ ടവർ കാണാം. നമ്മൾ അടുത്ത് പോകുന്നത് സ്കൈ ടവറിനടുത്തേക്കാണ്. സ്കൈ ടവറിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് നമ്മൾ 104 നമ്മൾ ചെയ്തിരുന്നു. അതിൽ സ്കൈ ടവറിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കാഴ്ചകളും മറ്റും നമ്മൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്, കാണാവുന്നതാണ്. സ്കൈ ടവറിനടുത്ത് തന്നെയുള്ള അമ്പരചുംബികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ സ്കൈ ടവറിന് അടുത്ത് എത്തിക്കഴിഞ്ഞ് ഈ കാണുന്നതാണ് സ്കൈ ടവർ. നമ്മൾ പല എപ്പിസോഡുകളിലും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഓക്ലാൻഡ് സിറ്റിയുടെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടറിയപ്പെടുന്ന സ്കൈ ടവറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൈ ടവറിന് മുകളിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് ന്യൂ ഇയർ വേളയിൽ നമ്മൾ സ്കൈ ടവറിൻ്റെ അടുത്ത് ഇവിടുത്തെ ആഘോഷ സമയത്ത് വന്നിരുന്നു. ആ സമയത്തെ വീഡിയോ സന്ദർഭോചിതമായി ഇവിടെ ചേർക്കുന്നു, കാണുക.
സെക്യൂരിറ്റി ടവറിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. കൂടുതൽ ന്യൂസിലാൻഡ് വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം. ഇപ്പോൾ വിടാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.